ഒക്കെ ഇതൊരു ഭയങ്കര വണ്ടർഫുൾ എക്സ്പീരിയൻസാണ്. അങ്ങനെ അല്ലാത്ത ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടതില്ല. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നു, നടക്കാൻ സാധിക്കുന്നു. എന്ത് കാര്യം ചെയ്താലും നമ്മളെ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര സൂപ്പറാണ്. നമുക്ക് എന്തിനാ തല്ലുപിടിക്കുക? ഒരാളായിട്ട് തർക്കിക്കേണ്ട ആവശ്യം എന്താ? മറ്റൊരാളോട് തർക്കിക്കുക, തല്ലുപിടിക്കുക എന്ന് പറയുന്നതിന് യാതൊരു പ്രസക്തിയുമില്ല. ഒരു പ്രസക്തിയില്ല. മറ്റൊരാളുമായിട്ട് എന്തെങ്കിലും കാരണവശാൽ ഒരു എതിർപ്പ് ഉണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തത് കൊണ്ട് മാത്രമാണ്. അല്ല, ആരുടെയും അംഗീകാരം ആവശ്യമില്ല. നമ്മളിവിടെ ജീവിക്കുന്നത് അനുഭവിച്ചു പോകാൻ. മറ്റുള്ളവരെല്ലാവരും കൂടി ഒരു തീരുമാനമെടുത്ത് അംഗീകരിച്ചിട്ട് നമ്മുടെ ജീവിതം മെച്ചപ്പെടത്തില്ല. നമ്മുടെ ജീവിതം എപ്രകാരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ്. അതിൻ്റെ ആ മനോഹരത, അതിൻ്റെ ആ സവിശേഷത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ജീവിതം. അതിനകത്ത് എന്തിനാണ് വിഷം കലക്കണത്? അത് വിഷം കലക്കിയാൽ തകർന്നു പോകും. അത് വിഷം കലക്കാതെ അത് കൊണ്ടുപോകുമ്പോൾ അവിടെ കിട്ടുന്നതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഭവം. അതങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്കതിൽ ശ്രദ്ധിക്കാനും അത് നിലനിർത്തി കൊണ്ടുപോകാനുള്ള അവസ്ഥകൾ തിരിച്ചറിയാനും സാധിക്കത്തുള്ളൂ. നമുക്ക് താല്പര്യമില്ല, മറ്റുള്ളവർക്ക് നമ്മളോട് താല്പര്യം ഉണ്ടാക്കണം. മറ്റുള്ളവർ നമുക്ക് സമൂഹത്തിൽ ഇമ്പോർട്ടൻസ് തരണം. അവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്. മറ്റുള്ളവർ തരുന്ന താല്പര്യം കൊണ്ട് നമുക്ക് ഗുണമുണ്ടാകില്ല. നമുക്ക് തോന്നിയാണ് അതുകൊണ്ട് ഗുണമുണ്ടാകുന്നത്. നമ്മളിൽ ഉള്ള ഗുണമെന്താണ്, അല്ലെങ്കിൽ നമ്മളിലുള്ള നിലനിൽക്കുന്ന സവിശേഷത എന്താണ്? അതിൻ്റെ ഗുണമില്ലാത്ത ആക്കുകയല്ല, ഇതിനകത്തുള്ള ഗുണത്തെ അനുഭവിക്കുക എന്നുള്ളതാണ്. അവനവൻ്റെ അനുഭവമല്ല ഏറ്റവും വലിയ ഗുണം. അവനവൻ ചത്തുപോകണതുകൊണ്ട് എന്ത് കാര്യം ഇരിക്കുന്നു? എന്തെല്ലാം അനുഭവങ്ങളുണ്ട്. ആ അനുഭവത്തിലൂടെയാണ് ഇത് തെളിഞ്ഞു വരുന്നത്. അപ്പോൾ സംസാരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നതാണ് പറഞ്ഞത്, ഞാൻ അതാണ് പറഞ്ഞത്, അതിലൊന്നും അല്ല കാര്യം ഇരിക്കുന്നത്. എനിക്ക് സംസാരിക്കാൻ സാധിക്കുന്നു, അതിലാണ് കാര്യം ഇരിക്കുന്നത്. അവൻ അതല്ലേ പറഞ്ഞത്, ഇതല്ലേ പറഞ്ഞത്, അതിൻ്റെ പേരിൽ തമ്മിലടിക്കുക. നീ അത് ചെയ്തില്ലേ, ഇത് ചെയ്തില്ലേ. അവൻ എന്ത് വേണേലും ചെയ്തോട്ടെ. ഇപ്പോൾ നമ്മളുടെ അടുത്ത് വരുമ്പോൾ, ഇപ്പം നമ്മളുടെ അടുത്തിരിക്കുന്ന ആളുമായിട്ട് എത്രത്തോളം നല്ല രീതിയിൽ ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റുന്നു, അതേ നോക്കേണ്ടതുള്ളൂ. ഇപ്പോൾ ഭക്ഷണം കഴിച്ചാൽ ഇന്നലെ കഴിച്ച ഭക്ഷണവുമായിട്ട് കമ്പയർ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പോൾ വിശപ്പുണ്ടെങ്കിൽ അവൻ ആ ഭക്ഷണം കഴിക്കും. വിശപ്പില്ലാണ്ട് കൊതി കൊണ്ടാണ് ആഹാരം കഴിക്കണമെങ്കിൽ ഈ ഭക്ഷണം കൊള്ളത്തില്ല. ഇന്നലെ കഴിച്ച ഭക്ഷണം, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം, എൻ്റെ അവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം, ഇതൊക്കെ പറയണത് വിശപ്പില്ലാത്തതുകൊണ്ടാണ്. നമ്മളോട് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും സൂപ്പർ ഇൻട്രസ്റ്റ് ആയിരിക്കും. ഒരു സംശയമില്ല കാര്യത്തിൽ, മനസ്സിലായി. എപ്പോഴും നമ്മളെ ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ